പൊൻപോലെ തിളങ്ങുന്ന കുന്നുകൾ, നിശബ്ദതയിലും മനസ്സിനെ തൊടുന്ന കാറ്റ്. ഇതാണ് കോഴിക്കോട് നഗരത്തിൻ്റെ മനം കവർന്ന പൊൻകുന്നുമല. ഒരു ചെറിയ യാത്ര, അനന്തമായ ഓർമ്മകൾ. പോകാം നമുക്ക് പൊൻകുന്നുമലയിലേക്ക്. ഹലോ കൂട്ടുകാർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അന്ന് നമ്മൾ പോകാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പൊൻകുന്ന് മലയിലേക്കാണ്. നമ്മളെ കോഴിക്കോടിനെ മീശപ്പുലിമല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് പൊൻകുന്ന് മല. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളപ്പോൾ നിങ്ങളും പോരി. അപ്പോൾ നമുക്ക് കണ്ടുവരാം അവിടെ പോയിട്ട് എന്തൊക്കെയാണ് അവസ്ഥ, കാര്യങ്ങൾ. റൈറ്റ് അല്ലേ? ഇനിയിപ്പോൾ ഇവിടുന്ന് റൈറ്റ് പൂക്കുന്ന് മല. അപ്പം ഈ റോട്ടിൽ ഇങ്ങനെ പോകണം. ഇനി എത്ര മീറ്ററാടാ? ഇനി 500 മീറ്റർ മുകളിലേക്ക് പോയാൽ മലൻ്റെ മുകളിൽ കയറാം അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഒരു 600 മീറ്റർ ഉണ്ട്. അപ്പോൾ ഈ 600 മീറ്റർ കഴിഞ്ഞാൽ നമ്മളെ പൂക്കുന്നുമല എന്ന് എഴുതിയത് പൊൻകുന്നുമല, പൂക്കുന്നുമല ഇവിടുന്ന് ആൾക്കാർ വിളിക്കുന്നവർ, ഇവിടുത്തെ ആൾക്കാർ വിളിക്കുന്ന ഒരു പേരാണ് പൂക്കുന്ന്. അപ്പോൾ പൊൻകുന്നാണ് ശരിക്കും. അപ്പം വഴി തെറ്റിയോ? ഇങ്ങോട്ടേക്കല്ലേ? അപ്പം ഇങ്ങോട്ടേക്ക്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം എന്തൊക്കെയാണ് അവസ്ഥകൾ എന്നൊക്കെ. ഇവിടെ എല്ലാ സ്ഥലത്തും സൈനിങ് ബോർഡ് ഉണ്ടായതിനെ കൊണ്ട് ഒരു കൺഫ്യൂഷൻ വരില്ല. ഇനി നേരെ ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. പൂക്കുന്നുമല ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അപ്പം ലെഫ്റ്റ് എടുത്ത്. എങ്ങോട്ടാണ് അത്? ഫുള്ള് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഷോട്ടൊക്കെ ഉണ്ട്. ഇജിപ്പോ ഇവിടെ ഇജ് ഫസ്റ്റ് മുമ്പ് വന്നിട്ടുണ്ടല്ലോ അവിടെ? ഞാനിങ്ങനെ ആദ്യമായിട്ട് അവിടേക്ക് വരുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ കണ്ടിട്ട് കാണുന്നത്. അപ്പൊ ഇജി ഓൾറെഡി വന്നതിനോട് എനിക്ക് അറിയാലേ സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ്. റിനാസിനെ വിളിച്ചിട്ടുണ്ട്. സന്ദർശന സമയം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. ടൈം എത്രയായി? പോയി നോക്കട്ടെ എന്തൊക്കെയാണ് അവസ്ഥകൾ. അവര് 5 മണിക്ക് എഴുതിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. വന്നിട്ട് ഇനി വെറും കൈയുടെ പോകണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ. ഒരു സൺറൈസ് കണ്ടുവരാം. സൺറൈസ് അല്ല, സൺസെറ്റ്. ഇങ്ങോട്ടേക്കാ? കുത്തനുള്ള കയറ്റാണ്. പ്രശ്നം പറ്റും തോന്നുന്നു. കുത്തനുള്ള കയറ്റല്ലേ? വണ്ടി പോവോ? വണ്ടി അവിടെ വരെ പോകണം. അവിടെ വരെ നമുക്ക് വണ്ടി കൊണ്ടുപോവാം. ഇവിടെ ലാസ്റ്റ് ഇവിടെയാണ് ലാസ്റ്റ് സ്ഥലം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പോകണല്ലോ മുകളിലേക്ക്. സോ ഫൈനലി നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് പൊൻകുന്ന് മലയിലേക്ക്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ മുകളിലേക്ക് കയറണല്ലേ? അപ്പോൾ ഈ വഴി കയറണല്ലോ അങ്ങോട്ട്. ഇനി മുകളിലേക്ക് വരച്ച ഇനി എത്ര കിലോമീറ്റർ പോകണ്ട? അല്ല, എത്ര കിലോമീറ്റർ അല്ല, ഇനി എത്ര മീറ്റർ ഉണ്ട് മുകളിലേക്ക്? ഏറ്റവും ടോപ്പിലേക്ക് എത്തണ്ടേ? കയറുമ്പോൾ തന്നെ ഈ ഒരു വ്യൂ ഉണ്ടോ മക്കളെ? ഇതിലൂടെ പോകണല്ലേ? ഇതിലൂടെ എങ്ങനെ ഇളക്കി പോകണം. നീ ആദ്യം വന്നല്ലേ, അതിനോട് എനിക്ക് അറിയല്ലോ. കയറി നോക്കാം എന്താണ് അവസ്ഥ നോക്കി വരാം.
അപ്പോൾ ഇതൊക്കെ ചവിട്ടി കയറണം. ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടോ അവിടെ? അപ്പോൾ മൊച്ചന്മാരെ ഒരൊന്നൊന്നര കയറ്റല്ലേ, പറന്ന് കയറിക്കൊണ്ട് കേൾക്കുമാര്. ഇവിടെ വരെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ഇത്രയും കയറ്റം കയറി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഇങ്ങോട്ട് കയറണല്ലേ. കുഴങ്ങി തുടങ്ങി മക്കളെ, കുഴങ്ങി തുടങ്ങി. എല്ലാവരും കുറച്ച് നേരത്തെ വരണമായിരുന്നു. ഇപ്പോൾ ടൈം ഇപ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ട്. ഇനി മുകളിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ നോക്കാം. അല്ലാ, ഇപ്പം നമ്മൾ ഏകദേശം ഇത്രയും നേരം കയറി. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നോക്കുന്നത് ഇനി കുറച്ചും കൂടി കയറണല്ലോ വാർസ. ഇതെന്താ അത്രയും പ്ലാസ്റ്റിക്കോടെ? ഓ എൻ്റെ മോനെ, ഇതിനൊക്കെ എന്താ പറയുക? പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവന്ന സാധനം കൊണ്ടുപോകണം റിട്ടേൺ. ഇത് നോക്ക് നിങ്ങൾ, ഇത്രയും പ്ലാസ്റ്റിക് ഇവിടെ കൂട്ടിയിട്ടിട്ട്. വഴി എങ്ങോട്ടടാ? ഇവിടെ ഒരു വഴിയുണ്ട്, ഇവിടെ ഒരു വഴിയുണ്ട്. ഇതിലൂടെ എളുപ്പം കണ്ടിട്ട് അപ്പോൾ നമ്മൾ ഇതിലൂടെ ഒന്ന് കയറി നോക്കാം. കൈപിടി. അപ്പോൾ മക്കളെ കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ വരാൻ നോക്കുക. അവിടെ ഫുള്ള് കാണില്ല, പുറത്ത് കിതച്ചിട്ട് നിൽക്കാൻ വയ്യ. മുകളിൽ കയറി പോട്ടെ, എന്താണ് അവസ്ഥ? വെള്ളം എടുത്തില്ലല്ലോ, ഞാൻ പോകുമ്പോൾ കുടിക്കഞ്ഞി. വേറെ സെറ്റില്ല. സോ അങ്ങനെ കുറച്ച് നേരത്തെ ട്രെക്കിങ്ങിന് ശേഷം നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. മുകളിലത്തെ വ്യൂ ഞാൻ കാട്ടിത്തരാം. കാണിച്ചു തരാം. ഇതാ ഇപ്പോൾ ഇതാണ് അവസ്ഥ, കാണാൻ പറ്റും. ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആണ്. ഇതാണ് പൊക്കുന്നല്ല, പൊൻകുന്ന്. ഔ, സെറ്റ് വ്യൂ അല്ലേ. കയറി നോക്കിയാലോ? റിസ്ക് എടുത്ത് മുകളിൽ കയറി നോക്കിയിട്ട് വ്യൂ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ട്. ചവിട്ടി പിടിച്ച് കയറി മുകളിൽ കയറി. ഇവിടെ നിന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നോക്ക്. ഓ, ഇവിടെ നിന്നോ. സെറ്റല്ലേ? ഒക്കെ പോവാനുള്ള വഴികളുണ്ട്, പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ജസ്റ്റ് ഇവിടെ വരെ വന്ന് ജസ്റ്റ് ഈ ഒരു കാഴ്ചകൾ കണ്ട് നേരെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അല്ലേ വാരിസേ? എന്തായാലും സെറ്റ് സ്ഥലമല്ലേ? ഫൈനലി പൊൻകുന്നിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നേരത്തെ ആ കാഴ്ചകൾ കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. വാരിസ എങ്ങനെയുണ്ട് ഈ സ്ഥലം? അതൊന്ന് പറയും. പിന്നെ ഈ കട ഇപ്പോൾ പൂട്ടിയൊക്കെ എടുക്കാം അല്ലേ? ഈ കട ഇവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചായ കുടിക്കാനൊക്കെ പറ്റിയിരുന്നു. കയറി വന്നിട്ടേ അടിപൊളിയായിട്ട് ഇതാ ഈ സ്പേസിൽ ഇരുന്നിട്ട് നേരെ മുമ്പോട്ട് നോക്കിയിട്ട് ആ കാഴ്ചകൾ കണ്ട് ചായ കുടിക്കുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ? സെറ്റ് ആയിരിക്കില്ല വാരിസ? ഇവിടുന്ന് ചായ കുടിക്കുമ്പോൾ ഫീല് അത് ഈവനിങ് ടൈമിൽ.
കടൽ സെറ്റായി കാണുന്നുണ്ട് ഇവിടെ അല്ലേ? നേരെ ഈ ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണുമെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം കണ്ട് ഇപ്പോൾ പൊങ്കുന്ന് സെറ്റ് സ്ഥലമാണ് ഗൈസ്. നൈസ് വൈബായിട്ടുണ്ട്. ഈ ചായ ഒക്കെ ഇരുന്ന് കുടിച്ച് ചെയ്ത് ഈവനിങ് നൈസ് ആ ഭാഗം നോക്കില്ലേ, സെറ്റ് കാഴ്ചകൾ, എവിടെ നോക്കിയാലും കാഴ്ചകൾ. അപ്പം നിങ്ങൾ ഈ പൊൻകുന്ന് വരാത്ത കൂട്ടുകാരാണെങ്കിൽ, കോഴിക്കോട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊൻകുന്ന് വന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അടിപൊളി വൈബാണ്. ഈവനിങ് ആയാലും അതുപോലെ തന്നെ മോർണിംഗ് ആയാലും അടിപൊളിയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമ്മൾ ഇതിലും നല്ല ടോപ്പിക്സ് ആയിട്ട്, ഇതിലും നല്ല ട്രാവലിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക്